നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദുബായിൽ സ്വകാര്യ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വദേശിവൽക്കരണ നടപടികൾ ഡിസംബർ 31-നകം നടപ്പാക്കണമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് വൻ തുക പിഴയായി ചുമത്തും. 50-ലധികം ജീവനക്കാരുള്ള എല്ലാ സ്വകാര്യ കമ്പനികളും വിദഗ്ധ തസ്തികകളിൽ 2% പൗരന്മാരെ നിയമിക്കണമെന്നാണ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. 20 മുതൽ 49 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞത് ഒരു എമിറാത്തി ജീവനക്കാരനെങ്കിലും നിയമിക്കണം. നിലവിലുള്ള എമിറാത്തി ജീവനക്കാരെ സ്ഥാപനങ്ങൾ നിലനിർത്തുകയും ചെയ്യണം. വ്യാജ പൗരത്വം ഉപയോഗിച്ച് ജോലി തട്ടിപ്പ് നടത്തുന്നവരെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കളഞ്ഞുകിട്ടുന്ന വസ്തുക്കൾ ദുബായ് പോലീസിന് കൈമാറിയാൽ 500,000 ദിർഹം വരെ സമ്മാനം ലഭിക്കും. ഇത് സംബന്ധിച്ച പുതിയ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നിയമത്തിന് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. പോലീസിന് കൈമാറുന്ന വസ്തുവിന്റെ മൂല്യത്തിന്റെ 10% വരെ പ്രതിഫലം ലഭിക്കാമെന്നും ഇത് പരമാവധി 50,000 ദിർഹമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിസ ഫീസ് നിരക്കിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി കുവൈത്ത്. വിവിധ വിസകളുടെ ഫീസ് 10 ദിനാറായി ഉയർത്തും. താമസ പെർമിറ്റുകൾ, സന്ദർശക വിസ എന്നിവയുടെ അപേക്ഷ നടപടിക്രമങ്ങളിലും മാറ്റം വരുത്തുമെന്ന് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫാമിലി, ചികിത്സ, മൾട്ടിപ്പിൾസ് എൻട്രി, ടൂറിസം തുടങ്ങിയ വിസകളുടെ ഫീസ് 10 ദിനാറായി ഉയർത്താനാണ് സർക്കാർ നീക്കം. നിലവിൽ 3 ദിനാർ മാത്രമാണ് വിസയുടെ ഫീസ്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.